വൈദ്യുതി ഗുരുതരമല്ല, വൈദ്യുതിയുടെ പ്രയാസങ്ങളുണ്ട്. അത് ഞാൻ നിയമസഭയിൽ ഇന്നത്തെ സബ്മിഷനിലും അത് സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിലും അതിന് മറുപടി പറഞ്ഞിരുന്നു. വൈദ്യുതി ബോർഡിന്റെ 2 പത്രക്കുറിപ്പുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇത് ജൂൺ മാസം 30-ാം തീയതിയാണ്. മഴ ലഭിക്കുമെന്ന് കണക്കൂട്ടി നമ്മൾ ഏപ്രിൽ മാർച്ച് മാസങ്ങളിലേക്ക് വേനൽക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങിയിരുന്നു. മഴ കൃത്യമായിട്ട് കിട്ടിയില്ല, എങ്കിലും ആ വൈദ്യുതി മടക്കി കൊടുക്കണം. നമുക്ക് ചൂട് കൂടുന്നത് കൊണ്ട് വൈദ്യുതിയുടെ ഉപയോഗം കൂടുകയാണ്. എന്നാൽ വെള്ളം കുറവാണ്. കഴിഞ്ഞ വർഷം ഈ കാലത്ത് ഇതേ ദിവസം ജൂൺ മാസം അവസാനം നമ്മളുടെ ജലസംഭരണികളിൽ ജലവൈദ്യുത പദ്ധതികളുടെ സംഭരണികളിൽ ഉണ്ടായിരുന്ന വെള്ളം 60%. ഇപ്പോൾ അത് 20%. 3-1 കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വൈദ്യുതിയുടെ ലഭ്യത അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ കുറഞ്ഞിരിക്കുന്നു. എങ്കിൽ പോലും കേരളത്തിലെ വൈദ്യുതി ബോർഡ് ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി കൂടുതൽ വില കൊടുത്ത് പകൽ സമയത്ത് 19 പൈസ കിട്ടുന്ന വൈദ്യുതി രാത്രി നമുക്ക് 10 രൂപ കൊടുത്താൽ പോലും കിട്ടാനില്ല. കൂടുതൽ വില കൊടുത്ത് വൈദ്യുതി വാങ്ങുന്നതിന് അതിൻ്റെ നിയമമനുസരിച്ച് റെഗുലേറ്ററി കമ്മീഷനുമായിട്ട് അപേക്ഷ നൽകി ഹിയറിംഗ് നടത്തി ഇന്നലെ അതിന് അനുമതി കിട്ടിയിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കും. കഴിഞ്ഞ ദിവസം അതെ, ചില ദിവസങ്ങളിൽ 4-5 ദിവസം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. ഇന്നലെ ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ ചില ദിവസങ്ങളിലുണ്ടായിരുന്നു. 16 ചില ദിവസങ്ങൾ ഞാൻ നിയമസഭയിലും ആ ദിവസങ്ങളിൽ വെച്ച് വ്യക്തമാക്കിയതാണ്. നാളെ നിയമസഭയിൽ ഇത് സംബന്ധിച്ച ഒരു റൂൾ 300 അനുസരിച്ചുള്ള ഒരു എക്സ്പ്ലനേഷന് ഞാൻ സ്പീക്കറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനുമതി ലഭിക്കുകയാണെങ്കിൽ നിയമസഭയിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കും. അല്ല, കാലാവസ്ഥയെ ആശ്രയിച്ചാണ്. തുടരാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മഴ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ മഴ കുറഞ്ഞു. മഴ കുറയുമ്പോൾ വെള്ളത്തിന്റെ ലഭ്യത കുറയുക മാത്രമല്ല, ചൂട് കൂടും. അപ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം കൂടും. ആളുകൾ AC-യും ഫാനും ഒക്കെ ഉപയോഗിക്കും. ഫുട്ബോൾ സീസൺ ആയതുകൊണ്ട് രാത്രി ലേറ്റായിട്ടും വൈദ്യുതി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത് കിട്ടുന്നില്ല. തെക്കൻ സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളിൽ പ്രതിസന്ധി ഉണ്ടായി. എങ്കിൽ പോലും കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം വാങ്ങണം. കഴിഞ്ഞ പ്രാവശ്യം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വാങ്ങിയത് നമുക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അത് ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രയാസങ്ങൾ ചെറുതായിട്ടുണ്ടായി. അത് പരിഹരിക്കാനുള്ള സത്വര നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്.